ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെമ്മിൻ്റെ ക്രീം ബ്ലീച്ചാണ് കാണിക്കുന്നത്. ഇതിന് മുന്നേ ഫെമ്മിൻ്റെ തന്നെ ഗോൾഡ് ബ്ലീച്ചും കൂടാതെ സാഫ്രോൺ ചേർത്തിട്ടുള്ള ബ്ലീച്ചിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇതിനകത്ത് ക്രീമും ആക്ടിവേറ്ററുമാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതിൽ 2 ടീസ്പൂൺ ക്രീം ഉണ്ടാകും. അതിനനുസരിച്ച് ആക്ടിവേറ്ററും ഒരു 3 പിഞ്ചൊക്കെ ചേർത്താൽ മതിയാകും. മുഖത്തിടുമ്പോൾ അത്രയും മതിയാകും. അതല്ല, നമ്മൾ കയ്യിലും കാലിലുമൊക്കെ ബ്ലീച്ച് ചെയ്യുമ്പോൾ 4-5 പിഞ്ചൊക്കെ ചേർക്കണം. എന്നാലേ അതിന് നല്ല എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. മുഖത്തെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ആക്ടിവേറ്റർ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചേർക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കണം. ഞാനിത് വീഡിയോയിൽ അത്രയും കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് കയ്യിലൊന്ന് ഇട്ട് നോക്കാം. കുറച്ച് തിക്കായിട്ട് ഇടണം. നമ്മൾ ഏത് ബ്ലീച്ച് ഇട്ടാലും 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. നമ്മൾ കൂടുതൽ സമയം വയ്ക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല അങ്ങനെ വയ്ക്കുന്നത്. ഈ ബ്ലീച്ച് കഴുത്തിലുമൊക്കെ ഇടാവുന്നതാണ്. നമ്മൾ ഏതൊരു ബ്ലീച്ച് ഇട്ടാലും ഇടുന്നതിന് മുന്നേ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അത് ഇട്ട് കഴിഞ്ഞിട്ട് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് സ്പഞ്ച് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ മുഖത്തൊക്കെ എപ്പോഴും കഴുകാൻ പാടില്ല. ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ണിൽ ഇതിൻ്റെ വെള്ളം ഒരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഈ ബ്ലീച്ച് ഇട്ടിട്ട് ചെറുതായി ഒന്ന് മോയ്സ്ചർ ക്രീം കൊണ്ടൊന്ന് മസാജ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് കാണാൻ കഴിയും. ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഈ ബ്ലീച്ച് ഇടാവുന്നതാണ്. ഫ്രണ്ട്സ്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്.